ദിവ്യ, API എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എന്താണ് ഈ REST API? ഒരു API എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലയന്റും സെർവറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ്. ഈ APIയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? REST API എന്ന് പറയുന്നത്. REST API അല്ലെങ്കിൽ റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്നായിരിക്കും പറയുക. ഒരു REST APIയിൽ മെയിനായിട്ടും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത് അതിന്റെ റിസോഴ്സസിലും അതുപോലെ തന്നെ അതിന്റെ HTTP മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്താണ് ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു URI വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഒരു ക്ലയന്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന ടൈമിൽ വി ക്യാൻ ഗെറ്റ് ദ റിക്വസ്റ്റ് ഫ്രം ദ URL. സോ ആ ഒരു റിസോഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ ഒരു URIയിൽ നിന്നായിരിക്കും. ഇനി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് REST APIയിൽ യൂസ് ചെയ്യുന്നത് HTTP പ്രോട്ടോകോൾ ആണ്. സോ അതുകൊണ്ട് നമുക്ക് REST API എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് API ആണെന്ന് പറയാം. എന്താണ് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പം അവിടെ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്ന യൂസർ ഡേറ്റ എന്ത് ചെയ്യുന്നില്ല, അവിടെ സ്റ്റോർ ചെയ്യുന്നില്ല. അതിനെയാണ് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ REST API എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആണ്. ഇതിൽ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് HTTP മെത്തേഡ്സ് ആയിരിക്കും. നമുക്കറിയാം, ഒരു ഡേറ്റാബേസിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഡേറ്റാബേസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. സോ ഈ ഒരു മെത്തേഡ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു HTTP മെത്തേഡ്സ് ആയിരിക്കും. സോ അവിടെ മെയിനായിട്ട് വരുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഗെറ്റ്, പോസ്റ്റ്, പുട്ട് ആൻഡ് ഡിലീറ്റ്. ഓരോ ഓപ്പറേഷൻസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു HTTP മെത്തേഡിനെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സെർവർ സൈഡിൽ ഒരു സ്റ്റാറ്റസ് കോഡ് കിട്ടും. ഈ സ്റ്റാറ്റസ് കോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വാട്ട് ഹാപ്പൻസ് ഓൺ സെർവർ സൈഡ്, ലൈക്ക് 200, 404, ജസ്റ്റ് ലൈക്ക് അങ്ങനെ നമുക്കൊരു കോഡായിരിക്കും അവിടെ കിട്ടുന്നത്. REST APIയിൽ നമ്മളൊരു ഡേറ്റ സെൻഡ് ചെയ്യുന്നത് JSON ഫോർമാറ്റിലായിരിക്കും. ഇതാണ് നമ്മൾ കൂടുതലും മോഡേൺ വെബ് ആപ്ലിക്കേഷനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി കോമൺ ആയിട്ട് നമ്മൾ REST API യൂസ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് ആണ്. അവർ ചെയ്ത API ഫങ്ഷണാലിറ്റീസ് വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ REST API യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളൊരു REST APIയുടെ മോഡൽ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? REST APIയുടെ എഫക്റ്റീവ് ടെസ്റ്റിംഗ് ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് പോസ്റ്റ്മാനും പിന്നെ ഒന്ന് കേൾ ആണ്. പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ഒരു GUI ആപ്ലിക്കേഷൻ ആണ്. അതിൽ നമുക്ക് സിൻടാക്സ് ഒന്നും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഓൾറെഡി ഒരു GUI പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. കേൾ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. ഇതിൽ GUI പ്രൊവൈഡ് ചെയ്യുന്നില്ല ലൈക്ക് പോസ്റ്റ്മാൻ. സോ അവിടെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിന്റെ കമാൻഡ്സ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് അതിന്റെ ഹെഡർ സെറ്റ് ചെയ്യേണ്ടി വരും, അതിന്റെ എൻഡ് പോയിന്റ്സ് സെറ്റ് ചെയ്യേണ്ടി വരും, അതിന്റെ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പോസ്റ്റ്മാൻ ആയിരിക്കും. പോസ്റ്റ്മാൻ ആൻഡ് കേൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ REST API ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ APIയുടെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ മോർ ടെക് റിലേറ്റഡ് വീഡിയോസ് ഫോളോ സ്കോപ്പ് ഇന്ത്യ.